എടാ ഫ്രാങ്ക്ലിനെ, അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ കാണുന്ന ട്രക്കിലെ നിറച്ച് സിൽവറാ, മൊത്തം സിൽവറിൻ്റെ കോയിൻസാ. നീയപ്പോൾ ഈ ട്രക്കിലെ അത് സേഫായിട്ട് കൊണ്ട് എത്തിക്കണം. ആ സിൽവറിൻ്റെ കോയിൻസ് വിറ്റാലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. ഏകദേശം 3 കോടിയെങ്കിലും കിട്ടും, അതുറപ്പാ. ആടെ സോമ, അതെനിക്ക് മനസ്സിലായി. 3 കോടി കിട്ടില്ലേ? അത് മതി. 3 കോടിയൊക്കെ ധാരാളാ. ഞാനപ്പോൾ ഈ ട്രക്ക് സേഫായിട്ട് കൊണ്ട് എത്തിച്ചോളാം. ആടെ ഫ്രാങ്ക്ലിന്, പിന്നെ ഒരു കാര്യം പറയാം. ഒരു കാരണവശാലും പോലീസ് പിടിക്കാൻ പാടില്ല കേട്ടാ. പോലീസ് അങ്ങനെ പിടിച്ചാലേ പിന്നെ പണിപ്പാളും. നീ ജയിലിലും പോവും, എൻ്റെ സിൽവറും പോവും, പിന്നെ പൈസയും കിട്ടില്ല. അപ്പോൾ നോക്കിയും കണ്ട് എത്തിക്കണം. അതിപ്പോൾ കുഴപ്പമില്ല. പോലീസ് എങ്ങനെ പിടിച്ചാലേ ഞാൻ നിൻ്റെ പേര് പറഞ്ഞോളാം. അന്നേരം പോലീസുകാർ നിന്നെ പിടിച്ചോളും. കാരണം സിൽവർ നിൻ്റെ അല്ലേ. എടാ ഫ്രാങ്ക്ലിനെ, ചതിക്കല്ലേ. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഈ പണി ഏൽപ്പിക്കണേ. എടാ പോലീസിന് വിട്ടുകൊടുക്കല്ലേ. ഈ സിൽവർ വിറ്റാലേ നമുക്ക് ക്യാഷ് കിട്ടും. 3 കോടി കിട്ടും. അതിൽ 1.5 കോടി എനിക്ക്, 1.5 കോടി നിനക്ക്. മനസ്സിലായ? ആടെ സോമ, മനസ്സിലായി. ഞാൻ പോലീസിന് കൊടുക്കുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, എങ്ങോട്ടേക്കാ പോണ്ടേ? ഓ, അത് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഫുർഫുറി നഗറില്ലേ, ആ മോട്ടു പട്ലുവിൻ്റെ സിറ്റി, അങ്ങോട്ടേക്കാ പോണ്ടേ. ആണോ? എന്നാ ശരി, ഞാനപ്പോൾ അങ്ങോട്ടേക്ക് പോവാ. ഈ ട്രക്ക് ഡെലിവറി ചെയ്യാം. ഗൈസ്, ഇവിടെ ഇപ്പം എനിക്ക് ഒരു ചെറിയ പണി കിട്ടിയേക്കാണ് കേട്ടാ. സംഭവം വേറൊന്നുമില്ല. ഈ കാണുന്ന ട്രക്കിൻ്റെ അകത്തെ നിറച്ച് സിൽവറിൻ്റെ കോയിൻസാ. ആ സിൽവറിനായാലും അത്യാവശ്യം വാല്യൂ ഉണ്ട്. സിൽവർ വിറ്റാലും നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടേ. അപ്പോൾ ഈ സിൽവറിൻ്റെ കോയിൻസ് ഇല്ലേ, അത് ഫുർഫുറി നഗറിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഒരാളുണ്ടാവും, അയാൾ ഈ കോയിൻസൊക്കെ മേടിച്ചോളും. ഇത് പിന്നെ കുറച്ച് റിസ്ക്കുള്ള പണിയാ. നോക്കിയും കണ്ട് ചെയ്യേണ്ടി വരും. പോലീസുകാർ അറിഞ്ഞാലേ പണിപ്പാളേ. അല്ല, പോലീസുകാർ അറിഞ്ഞാ? അവിടെ 3-4 പോലീസിൻ്റെ വണ്ടികൾ ഞാൻ കണ്ടേ. ഇവരിനി എൻ്റെ പിന്നാലെയാണോ വരണേ? എനിക്ക് സംശയമുണ്ട് കേട്ടാ. മിററിൽ കാണാണ്ട്. ഇവരെൻ്റെ പിന്നാലെ വരണേ. പോലീസുകാരപ്പോൾ ഇക്കാര്യം പറഞ്ഞുട്ടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. പോലീസുകാർ പിടിച്ചാലേ പണിപ്പാളേ. നമ്മൾ ജയിലിൽ പോവും. ഈ സിൽവറിൻ്റെ കോയിൻസും നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതിപ്പോൾ ഞാൻ ഏതായാലും സമ്മതിക്കില്ല. നമുക്ക് പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാം. ഇവർക്ക് പിന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടാ. ഈ പോലീസുകാരില്ലേ, നമ്മൾ ജുറാസിക് പാർക്കിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പോലീസുകാർ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറില്ല. ഇവർക്ക് ഡൈനോസറിനെ പേടിയാണ്. അവർ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറില്ല. അതുകൊണ്ട് ഇവർ നമ്മൾ പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവന്മാരെൻ്റെ പിന്നാലെ വന്നു തുടങ്ങി. ഇവരുടെയൊക്കെ വിചാരേ എന്നെ സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്ന. ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. എന്നെ പിടിക്കാന്നൊക്കെ പറഞ്ഞാലേ അത് ഇച്ചിരി പാടാ. ഞാൻ പിന്നെ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാ. അതുകൊണ്ടാണ് സോമൻ എനിക്ക് ഈ പണി ഏൽപ്പിച്ചേ. ഞാൻ ഈ പണി മര്യാദയ്ക്ക് ചെയ്യേ. ഈ ട്രക്ക് സേഫായിട്ട് ഡെലിവറി ചെയ്യും. അതെ, നമുക്ക് പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം. എങ്ങോട്ടേക്കാ പോവാ? തിരിച്ച് ജുറാസിക് പാർക്കിൽ പോയാലോ? അത് വേണ്ട. നമുക്കിവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വിളിച്ചിരിക്കാം. അവിടെ പിന്നെ മുമ്പിലേ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് വിളിച്ചിരിക്കാം. ഓക്കെ, നമ്മളങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്നേക്കാ. ഞാൻ പിന്നെ ഇവിടേക്ക് കയറണതേ പോലീസുകാരൊന്നും അറിഞ്ഞിട്ടില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് പിന്നെ 3 സ്റ്റാറാ വാണ്ടഡ് ലെവൽ കിട്ടിയേ. ഈ വാണ്ടഡ് ലെവലൊക്കെ പോട്ടെ, അന്നേരം പോലീസുകാർ എൻ്റെ പിന്നാലെ വരില്ല. നമുക്ക് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയേക്കാണ് കേട്ടാ. ഇങ്ങോട്ടേക്ക് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ ഭാഗ്യത്തിന് നമ്മളെ കണ്ടില്ല. ഇതുണ്ടില്ലേ, പോലീസുകാരിപ്പോൾ ഇവിടെ നിന്ന് പോവാ. ഇയാളെന്തൊട്ടേ കാണിക്കണ്? ഈ പോലീസുകാരന് എന്താ വണ്ടി ഓടിക്കാൻ അറിയില്ലേ? അയാൾ കുറേ നേരമായിട്ട് അവിടെ ഡ്രിഫ്റ്റ് അടിക്കുക. ഇയാളൊക്കെ ആരണോ പോലീസിലെടുത്ത്? മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല. എന്നിട്ട് അവർ പറയും വണ്ടിയുടെ കുഴപ്പമാണെന്ന്. എന്തെങ്കിലും ആവട്ടെ, അവരവിടെ എന്തെങ്കിലും ചെയ്യട്ടെ. അതിപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ വാണ്ടഡ് ലെവലിൽ പോയി. ഇനി പോലീസുകാർ എൻ്റെ പിന്നാലെ വരില്ല.
നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നേരെ ഫുർഫുറി നഗറിൽ പോവാം. എന്നിട്ട് ഈ ട്രക്ക് അങ്ങ് ഡെലിവർ ചെയ്യാം. ട്രക്കല്ല, ഈ ട്രക്കിലുള്ള ഐറ്റംസ് ഡെലിവർ ചെയ്യാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഫുർഫുറി നഗറിൽ പോവാം. ഫുർഫുറി നഗർ പിന്നെ ഇവിടെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റുണ്ടാ. നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ പോവാം. ഇത് ഫുർഫുറി നഗറിലേക്ക് പോവാനുള്ള വഴിയാ. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, അധികം ദൂരമൊന്നുമില്ല, സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാ. ആക്ച്വലി ഈ പണിയില്ലേ, അത് സോമനെ ഒറ്റയ്ക്ക് ചെയ്യായിരുന്നുട്ടാ. അവന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന് പോലീസുകാരെ പേടിയാ. പോലീസുകാരെ അവനെ എന്തായാലും അറസ്റ്റ് ചെയ്യേ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, ഞാൻ പോലീസിൻ്റെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അതുകൊണ്ട് സോമൻ എനിക്ക് പണി ഏൽപ്പിച്ചേ. എന്നിട്ടായാലും നമ്മളിവിടെ ആ സിറ്റിയിൽ വന്നേക്കാണ് കേട്ടാ. ഇതാണ് ഫുർഫുറി നഗർ. ഇതാ മറ്റേ മോട്ടുപട്ലുവിൻ്റെ സിറ്റിയാ. മോട്ടുപട്ലു ഇവിടെ ഉണ്ടാ. ഈ സിറ്റിയിൽ എനിക്ക് ആരെയും കാണാനില്ല. ഈ സിറ്റിയിൽ പിന്നെ ഒരു ഡാമുണ്ട്. ഡാമിൻ്റെ അടുത്തേക്ക് പോവാനാ സോമൻ പറഞ്ഞേ. ഇവിടെ ഡാം എവിടെയാ? ഇനി ഇതാണോ ഡാം? ഡാം പോലത്തെ എന്തൊരു സംഭവം ഉണ്ട് ഇവിടെ. ഈ കാട്ടിലെ എന്തോ ഉണ്ട്. അവിടെ ടെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇങ്ങോട്ടേക്ക് വരാനാ സോമൻ പറഞ്ഞേ. ഇവിടെ എവിടെയെങ്കിലും ഒരാൾ നിൽക്കണ്ടാവും. അയാൾക്ക് ഈ സാധനം കൊടുക്കുക. എനിക്കിവിടെ ആരെയും കാണാനില്ലല്ലോ. ഹലോ, അതെ, നിങ്ങളല്ലേ ഫ്രാങ്ക്ലിൻ? ആ ചേട്ടാ, ഞാനാണ് ഫ്രാങ്ക്ലിൻ. എന്നെ സോമനാണ് ഏൽപ്പിച്ചത്. അതെ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഈ സാധനം സേഫായിട്ട് എത്തിച്ചു. ഒരു കുഴപ്പമില്ല. തൽക്കാലം ഇതിൻ്റെ പേയ്മെൻറ്റ് തന്നേക്ക്. എങ്ങനെ പേയ്മെൻറ്റ്? ക്യാഷാണോ ഓൺലൈനിലാണോ? ഓൺലൈനായിട്ട് അയക്കാൻ എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല. തൽക്കാലം ക്യാഷായിട്ട് തരാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാഷൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. ഈ ബാഗിൽ 3 കോടിയുണ്ട്. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഈ സൈക്കിൾ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇത് പിന്നെ അയാളുടെ സൈക്കിളാ. അയാൾ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ടായാലും ഈ സിറ്റിയില്ലേ, മോട്ടുപട്ലുവിൻ്റെ സിറ്റി, അത് നൈസായിട്ടുണ്ട് കേട്ടാ. നല്ല സ്ഥലമാണ്. നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.